അപ്പോൾ നമ്മൾ ഇന്ന് സിക്കിമിനോട് വിട പറയുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സുലൂക്കിലാണ്. ഇന്നലെ നിന്ന സ്ഥലങ്ങളൊക്കെയാണ്, ഇന്നലെ വൈകിട്ട് നമ്മൾ കാണിച്ചില്ല ആ സ്ഥലങ്ങളൊക്കെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ക്ലിയർ ആയി. പക്ഷേ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെല്ലാം വീണ്ടും ഇതുപോലെ കോടമഞ്ഞൊക്കെ ഇറങ്ങും. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിടുകയാണ്. നമ്മളിന്ന് നേരെ പോകുന്നത് ഡാർജിലിംഗിലേക്കാണ്. അവിടെ സ്റ്റേ ഒന്നും എടുക്കുന്നില്ല. ഹിമാലയൻ ടോയ് ട്രെയിനൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക, ഒരു ഡാർജിലിംഗ് ചായ കുടിക്കുക, അതൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ പ്ലാൻ. അവിടെ നേരെ നമ്മൾ NJPയിലോട്ട് പോകും, ന്യൂ ജൽപായ്ഗുരി. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പട്ടാളക്കാരുടെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇന്ന് താമസമൊക്കെ. അപ്പോൾ നേരെ നമുക്ക് ഡാർജിലിംഗിലേക്ക് പോയി ടോയ് ട്രെയിനൊക്കെ കാണാം. കണ്ടു നമ്മൾ എങ്ങോട്ടാ പോണേ? ചൂരനാട്ടോ ഒപ്പാണ് നടന്ന്. ഏൻഷ്യൻ ടൈമിൽ തന്നെ ചൈന, അതായത് ഇന്നത്തെ ടിബറ്റ് ഇപ്പോൾ ചൈനയുടെ കയ്യിലാണല്ലോ. അപ്പോൾ ടിബറ്റും ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ്, വ്യാപാരവും മറ്റു കാര്യങ്ങളെല്ലാം നടന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് സുലൂക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സുലൂക്കിൻ്റെ മെയിൻ സെൻട്രിൽ കൂടാണ്. അപ്പോൾ അത്രയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യമുള്ള സിറ്റി ആണെങ്കിൽ തന്നെയും ആകെ 350 കുടുംബം മാത്രമേ 2011 സെൻസസ് പ്രകാരം ഇവിടെ താമസിക്കുന്നുള്ളൂ. അതിൽ തന്നെ കൂടുതലും പോർട്ടർമാരും ഈ ടൂറിസ്റ്റുകളെ ആശ്രയിച്ച് കഴിയുന്നവരൊക്കെയാണ്. ഈ പോർട്ടർമാർ വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയസൊക്കെ തന്നെ കൃഷിക്ക് അനുയോജ്യമല്ല. കാരണം ടെറൈൻ അങ്ങനെ ഭയങ്കര ഹാർഷായിട്ടുള്ള ടെറൈനാണ്. അത് മാത്രമല്ല, നമ്മുടെ നാഥുല പാസൊക്കെ 1959 ശേഷമേ ക്ലോസ്ഡ് ആയല്ലോ. അപ്പോൾ അതിനുശേഷം നാഥുല പാസിൽ ഹൈ ലെവൽ ഓഫ് മിലിറ്ററി എക്യുപ്പൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സുലൂക്കിൽ ആർമിയുടെ ട്രാൻസിറ്റ് ക്യാമ്പൊക്കെ ഉണ്ട്. നാഥുലയിലേക്ക് പോകാനുള്ള ട്രൂപ്പെല്ലാം അവിടെ ട്രാൻസിറ്റ് ചെയ്യാനുള്ള ക്യാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ക്യാരി ചെയ്യാനൊക്കെയുള്ള പോർട്ടർമാർ അങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെടുന്നവരാണ് ഇവിടെയുള്ള കൂടുതൽ ആൾക്കാരും. അതുപോലെ തന്നെ ടൂറിസത്തിന് ഒരുപാട് ഗ്രോത്ത് ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്നൊക്കെ ഉണ്ട്. കാരണം അതൊരു ഓഫ് ബീറ്റ് പ്ലേസാണ്, അധികം ടൂറിസ്റ്റുകളൊന്നും വരുന്ന സ്ഥലമല്ല. നമ്മുടെ റോഡൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. കാരണം മിലിറ്ററിയുടെ ഹെവി വെഹിക്കിൾസ് അങ്ങനെയുള്ള വെഹിക്കിൾസാണ് കൂടുതലൂടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെവി വെഹിക്കിൾസിന് പോകാനുള്ള ആ ഒരു മൂവ്മെൻറ്റ് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ടൂറിസ്റ്റുകളുടെ വരവ് വളരെ കുറവാണ്. പക്ഷേ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് റൈഡേഴ്സിനെ കണ്ടിരുന്നു. അവർ ന്യൂ ജൽപായ്ഗുരിയിൽ നിന്ന് ഡയറക്റ്റ് ഈ റൂട്ട് വഴി കയറി വന്നതാണ്. അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് കയറി വന്നിട്ട് നാഥുലെ കണ്ടിട്ട് തിരിച്ചിറങ്ങാനുള്ള ആ ഒരു പ്ലാനിൽ വരുന്ന ആൾക്കാർ. അങ്ങനെ ഒരു 1 ഡേ ട്രിപ്പിന് നാഥുലെ ചൂസ് ചെയ്യുന്ന കുറേയധികം ആൾക്കാരെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു റൂട്ട് വളരെയധികം ഉപകാരപ്പെടും. ടൂറിസം ഡെവലപ്പ് ആവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ റോഡൊക്കെ നല്ലതുപോലെ വീതി കൂട്ടിയെടുക്കുകയാണ്. ആദ്യം നമ്മൾ സുലൂക്ക് ഇറങ്ങി അതേ ചെറിയ ഇടുങ്ങിയ വഴികളായിരുന്നു. ഇവിടെ സൈഡെല്ലാം എടുത്ത് നല്ലതുപോലെ വീതി കൂട്ടുകയാണ്. അപ്പം പെലിങ്ങിനെ അപേക്ഷിച്ച് ഉള്ള റോഡ് വളരെ നല്ലതാണ്. നമുക്ക് കവർ ചെയ്യാൻ, നമുക്ക് കിലോമീറ്റർ പെട്ടെന്ന് കവർ ചെയ്ത് പോകാനൊക്കെ പറ്റും. അപ്പം നമ്മൾ സുലൂക്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇതിനിടയ്ക്ക് വലിയ സ്ഥലങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു മിലിറ്ററിക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് കൂടിയാണിത്. അല്ലെങ്കിൽ അവർക്ക് ഗാങ്ടോക്ക് വഴി കറങ്ങി വരേണ്ടി വരും. അപ്പം ഇൻ കേസ് എനിക്ക് തോന്നുന്നു അവർക്കൂടെ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു സൗകര്യം കൂട്ടാൻ കൂടി വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ റോഡിൻ്റെ വീതിയൊക്കെ കൂട്ടുന്നത്. എന്തായിരുന്നാലും നമുക്ക് പെല്ലിങ്ങിലേക്ക് റാവലങ്ങിലേക്ക് പോയതിൽ നിന്നൊക്കെ എക്സ്ട്രീംലി ഓപ്പോസിറ്റുള്ള റോഡായിരുന്നു. വളരെ സന്തോഷമായി ഞങ്ങൾക്ക്. മാത്രമല്ല നല്ല വെയിൽ, നമുക്ക് നല്ല പറ്റിയൊരു ക്ലൈമറ്റായിരുന്നു. എന്തായാലും നാഥുലയിലെ ആ ഒരു ക്ലൈമറ്റിൽ നിന്നൊക്കെയുള്ള ആ ഒരു പേടി ഇങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോൾ മാറി. പക്ഷേ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇവിടെയും മൂടൽമഞ്ഞ് കയറി നമ്മൾ ഇന്നലെ കണ്ട അതേപോലെയാകും. ഈ 2 സൈഡും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മണാലിയാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ പൈൻ ഫോറസ്റ്റുകൾ അതാണ് ഈ സൈഡിലെല്ലാം കാണുന്നത്. ഇവിടെ അങ്ങ് ഒരൊറ്റ കുഞ്ഞു പോലും ഇല്ല. ഇവിടെ സുലൂക്കിലൊക്കെ ഓട്ടം സീസൺ ആയി തുടങ്ങി. നമ്മുടെ ഓട്ടം ലീവ്സ്, ഞാൻ സിനിമയിലൊക്കെയാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇത് ഞാൻ കണ്ടുകൊണ്ട് ഇറങ്ങിയതാണ്. ഇവിടുത്തെ ഇലകളുടെയൊക്കെ നിറം മാറി മഞ്ഞയായി ഇത് പൊഴിച്ചു തുടങ്ങി. ഇവിടെ ഈ ചെടി ഒരുപാടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഇടി ഈ തണുപ്പത്ത് മോക്ക്, ഈ തണുപ്പത്ത് എന്തോ വേണമെന്നാ പറഞ്ഞേ? ഐസ്ക്രീമോ? അവക്ക് ഫ്രണ്ട് ഇരിക്കണം, അതിന്റെ വെപ്രാളമായി കാണിക്കുന്നേ. അപ്പൊ വിട്ടാലോ?
നമ്മുടെ ചുറ്റിലും തിക്ക് ആൻഡ് ഡെൻസ് ഫോറസ്റ്റ് ആണ്, വിർജിൻ ഫോറസ്റ്റ് ആണ്. അധികം ആൾക്കാർ കയറിയിട്ടോ അങ്ങനെയൊന്നുമില്ല. കാരണം ജനസംഖ്യയൊക്കെ വളരെ കുറവായിട്ടുള്ള ഏരിയ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിർജിൻ ഫോറസ്റ്റ് ആണ്. അപ്പം ടൈഗർ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ലോക്കൽസിനോട് നമ്മൾ സംസാരിച്ച് നമ്മുടെ റൂമിൻ്റെ ഓണറോടൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ടൈഗറൊക്കെ അവിടെ വളരെ റയറായിട്ട് മാത്രമേ കണ്ടുള്ളൂ. കാരണം ഈ തണുപ്പൊന്നും ടൈഗറൊന്നും അത് ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ പറഞ്ഞു ഇവിടെ റെഡ് പാണ്ടയെ കാണാൻ സാധ്യതയുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ജീവിയെ വൈൽഡിൽ കണ്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ റെഡ് പാണ്ടയെ കാണാമെന്നായിരുന്നു. പക്ഷേ നമ്മുടെ ഈ യാത്രയ്ക്കിടയ്ക്ക് ഇതുവരെ റെഡ് പാണ്ടയെ കണ്ടിട്ടില്ല. കാരണം ഈ റേഞ്ചിലൊക്കെ റെഡ് പാണ്ട കോമൺ ആണ്. അതിനിവിടെ കണ്ടിട്ടില്ല നമ്മൾ. അങ്ങനെ സിക്കിമിൻ്റെ ഏതോ കാട്ടുപ്രദേശത്ത് നിൽക്കുകയാണ് നിങ്ങളിപ്പോൾ. നിർത്തിയത് അവർക്ക് വിശന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് ഉണ്ടാക്കുകയാണ് ഇവിടെ. എന്താണ് ഉണ്ടാക്കുന്നത്? എന്ത് കഞ്ഞിയാ? അപ്പോൾ നമ്മുടെ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഇത് നമ്മൾ റീസെൻ്റ്ലി വാങ്ങിച്ച സാധനമാണ്. പക്ഷേ ഭയങ്കര ഉപയോഗമായിരുന്നു കേട്ടോ. കൊണ്ട് കിടക്കാനും കുക്ക് ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര ഉപകാരപ്പെട്ട സാധനമാണിത്. ഇത്ര സേഫ് ആണോ എന്ന് അറിയത്തില്ല. നല്ല കാടും ചുറ്റൊക്കെയാണ്. ഒരു 10 മണിയായിട്ടുണ്ടാവും ഇപ്പം. പക്ഷേ ഫുള്ള് നമുക്ക് ഒരു ഇരുട്ട് മൂടിയ മാതിരിയുള്ള സംഭവം. ഇത്രത്തോളം സേഫ് ആണെന്ന് വന്യജീവികൾ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് പോകണം. മൊത്തം നിന്നോടി മതിയോ? ഗോപ്രോ എടുത്ത് പിടിച്ചോ. അവിടെ താഴെ പോകും കേട്ടോ. താഴെ പൊട്ടോന്ന് വീഴോടെ ഇന്ന്. അങ്ങനെ ഫുഡിങ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും പോവാണ്. ഒരു 2.25 മണിക്കൂറത്തെ യാത്രയുണ്ട്. അപ്പോൾ കുഞ്ഞും ഞങ്ങളും എല്ലാവരുമായിട്ട് കയറുകയാണ്. ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതുപോലുള്ള തണുത്ത കാലാവസ്ഥയിൽ കുട്ടികളെ കൊണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ആഹാരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്മൾ വലിയവർക്ക് പോലും ഡൈജഷൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് കൂടുതലായിട്ട് നമ്മളിങ്ങനെ ആവിയിൽ പുഴുങ്ങിയതോ അല്ലെങ്കിൽ കഞ്ഞിയോ അങ്ങനെയുള്ള പെട്ടെന്ന് ഡൈജഷൻ നടക്കുന്ന രീതിയിലുള്ള ഫുഡ്സാണ് ഞാൻ കൂടുതലും അവർക്ക് കൊടുക്കാറ്. പിന്നീട് അവർക്കൊരു 2 മണിക്കൂറിന് ഇടവിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും. പിന്നെ സോക്ക് ചെയ്ത നട്ട്സ് കാണും, അത് കൊടുക്കും. അതും അധികമല്ല, പെട്ടെന്ന് ഒരു 3-4 എണ്ണം വെച്ച്. അതാകുമ്പോൾ അവർക്ക് വിശക്കുകയും ഇല്ല, ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടുകയും ചെയ്യും. നമ്മൾ സുലൂക്കിൽ നിന്നും ലിങ്താം എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയ പാസ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമായിരുന്നു. അത് ചെയ്തു. നല്ല കിടിലൻ വ്യൂസാണ്. ചുറ്റും നല്ല ഹിമാലയൻ വ്യൂസാണ് ഉള്ളത്. നല്ല രസമാണ് ഈ ഒരു ക്ലൈമറ്റ് കൂടി വണ്ടി ഓടിക്കാൻ. താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് തണുപ്പ് വലുതായിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ഡാർജിലിങ്ങിലേക്ക് പോവാണ്. ഡാർജിലിംഗ് ഭയങ്കര ക്രൗഡാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നല്ല ഹെവി റഷാണ് ഡാർജിലിങ്ങിൽ. പോയി ടോയ് ട്രെയിനൊക്കെ ഒന്ന് കയറണം. ഒരു ഡാർജിലിംഗ് ചായ കുടിക്കണം. അതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. അവിടെ നേരെ NJPയിലോട്ടുള്ള ഒരു റൈഡ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഇയാൾ ഒന്ന് ഉണർന്ന് എണ്ണീച്ചതേ ഉള്ളൂ. കണ്ണു പാം. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് സിക്കിം റെയിൽവേ ലൈൻ പ്രോജക്റ്റ് ഉണ്ട്. അത് കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരിക്കും ഭാവിയിൽ ഇത്. കാരണം ഇപ്പോൾ ഇത് നമ്മുടെ റിവാക്ക് എന്ന് പറയുന്നൊരു സ്ഥലം വരെയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അത് ഗാംഗ്ടോക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്യും. പിന്നെ അത് നമുക്ക് നാദുല വരെ പോകാൻ എന്നാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മേഖലയൊക്കെ കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ട്രെയിനിൽ ആക്സസിബിൾ ആവും. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നാദുലയെ കണ്ട് വരാൻ പറ്റുന്ന രീതിയിലായിരിക്കും. പക്ഷേ കുറേ സമയം എടുക്കുമായിരിക്കാം. ഇപ്പോൾ തന്നെ കാശ്മീരിലൊക്കെ റെയിൽവേ ലൈൻ ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പം ഒരു കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു മേഖലയൊക്കെ തന്നെ കംപ്ലീറ്റ്ലി കണക്റ്റഡായി ചിലപ്പോൾ റെയിൽവേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ രസകരമായിരിക്കും. കാരണം ആ ടൂറിസത്തിനും എല്ലാം കൊണ്ടും വളരെ കിടിലമായിരിക്കും. ഇതേ വീണ്ടും റോഡെല്ലാം ഇടിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ ലെഫ്റ്റ് സൈഡിലോട്ടൊന്നും നമുക്ക് പോകാനേ പറ്റത്തില്ല. താഴേക്ക് ഇങ്ങനെ ഇടിഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് ഇങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് ഉണ്ട് എന്ന് തോന്നുന്നത്. അവിടെ സൈഡൊന്നും ഇല്ല. പുഴയിലേക്ക് ഇങ്ങനെ ഇടിഞ്ഞ് വീണേക്കാണ്. ഏതോ ടീസ്റ്റയുടെ ഏതോ കൈവഴിയാണ് ഈ സൈഡിൽ കാണുന്നത്. അപ്പം നിങ്ങൾ ഈ വഴിയൊക്കെ വരും, അതായത് ഇങ്ങനെയൊക്കെയുള്ള വഴിയെ വരുമ്പം
ഗൂഗിൾ മാപ്പിൽ നേരത്തെ നമ്മുടെ വഴിയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ വേണം വരാൻ. ഇതൊക്കെ വെറും റോഡ് പണിക്കാരാണ്. അവർ എല്ലാ സമയമൊന്നും ഇവിടെ കാണത്തില്ല. നമുക്കൊന്ന് വഴി ചോദിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനാവട്ടെ, ഒന്ന് റിഫ്രഷ് ആവാനാവട്ടെ, ഇവിടെയൊന്നും ഒന്നുമില്ല. ഇതൊക്കെ ജസ്റ്റ് ഈ റോഡ് പണിയാൻ വന്നവർ ഒന്ന് അന്നേരത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി സെറ്റിലായിരിക്കുന്ന സ്ഥലമാണ്. ദേണ്ടെന്ന് നോക്കിക്കോ, ഇനിയാണ് യഥാർത്ഥ റോഡ് കാണാൻ പോകുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചത് വളരെ ചെറിയ വഴികളാണ്, അതുകൊണ്ട് തന്നെ അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അവന് കയറിപ്പോകാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. മുകളിലോട്ട് ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. ഒരു വണ്ടി അവിടെ പ്രോബ്ലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ കയറിപ്പോകാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ചരൽ ഇതിനകത്തോട്ട് തന്നെ നോർമൽ വണ്ടികൾ കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടി കിടക്കുന്ന വണ്ടിയാണ് പുറകിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കയറ്റം കയറി ചെല്ലുമ്പോഴത്തേക്ക് തന്നെ കുറേ വണ്ടികൾ അവിടെ പെട്ട് കിടപ്പുണ്ട്. അപ്പം ഫ്രണ്ടിലുള്ള ആ വണ്ടി മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ചധികം ബ്ലോക്ക് വരും. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഉഗ്രം പണിയായിരിക്കും കിട്ടുന്നത്. ഇടയ്ക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇടയ്ക്കൂടെ കുത്തിക്കയറാൻ നോക്കുന്നത്. നമുക്ക് ബൈക്ക് ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം സൈഡിൽ കൂടെ കുത്തിക്കയറാം. പക്ഷേ നമുക്ക് ഗ്യാപ്പ് വരാതെ ടാക്സിക്കാരെല്ലാം തന്നെ കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പുറത്ത് ഒരു വണ്ടി കിടപ്പുണ്ട്, വേറെ സ്ഥലത്ത് നമുക്ക് പോകാനില്ല. നമുക്ക് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയതിന് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ നമ്മുടെ ഗ്യാപ്പെല്ലാം തന്നെ നമ്മുടെ ടാക്സിക്കാരന്മാരെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അവരൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. നമുക്ക് പ്ലെയിനിൽ വണ്ടി ഓടിക്കുമ്പോഴും ഹില്ലി ഏരിയയിൽ വണ്ടി ഓടിക്കുമ്പോഴും പ്രത്യേകിച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നു. പ്രത്യേകിച്ച് ഹിമാലയം പോലത്തെ ഭൂപ്രകൃതിയുള്ള സ്ഥലത്ത്. ഇപ്പോഴും നമ്മൾ ഏകദേശം 10,000 അടിയോളം ഉയരത്തിൽ നിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല പുള്ളിയും കുറവുണ്ട്. വലിയ വണ്ടികളാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പക്ഷേ നമുക്ക് നമ്മുടെ വണ്ടിയും കൊണ്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനിടയ്ക്ക് ഗ്യാപ്പ് കണ്ടെത്തി പോകുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു നോർമൽ ട്രാഫിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും അടുത്തൂടെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇത്രയ്ക്ക് ലഗേജും വെച്ച് നമുക്ക് ഈ ഇതിനകത്തോടെ കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി റിസ്ക്കുള്ള കാര്യമാണ്. അധികം സമയം എടുക്കുകയും ചെയ്യും. കാരണം നമ്മുടെ സമയം ഇങ്ങനൊരു ചെറിയൊരു ഇഷ്യൂ വന്നാൽ തന്നെ ഒരുപാട് സമയം വേസ്റ്റാണ്. അപ്പം ഇങ്ങനെയുള്ള യാത്രകൾ പ്രിഫർ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ബഫർ ടൈം കൂടി നമ്മുടെ യാത്രകൾ ഉൾപ്പെടുത്തണം. കാരണം എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു സാഹചര്യത്തെ മുൻകൂട്ടി നേരിടാനുള്ള ഒരു അരമണിക്കൂർ രാവിലെ അരമണിക്കൂർ നേരത്തെ ഇറങ്ങി വൈകിട്ട് അരമണിക്കൂർ എത്തത്തക്ക രീതിയിൽ പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ ഡേ പ്ലാൻ ചെയ്യണം. കാരണം നമുക്ക് അറിയാൻ വയ്യാത്ത റൂട്ടാണ്, അധികം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള റൂട്ടൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് റിസ്ക് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു വല്ലാത്ത ബ്ലോക്കായി പോയി കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. ഏകദേശം 2.5-3 മണിക്കൂറോളം എടുത്ത് ആ ബ്ലോക്ക് മാറാനായിട്ട് തന്നെ. ശരിക്കും അവിടെ ഒരു വണ്ടിയുടെ വീൽ ഒരു ക്ലിഫിനകത്തോട്ട് മാറാനായിട്ട് പോയി. അങ്ങനെ വീഴാനൊക്കെ തുടങ്ങി. അങ്ങനെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തതാണ്. ശരിക്കും അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് വണ്ടികൾ അവിടെ ബ്ലോക്കായി പോയി. വലിയ വണ്ടികളാണ് കൂടുതൽ അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. റോഡ് പണിയുടെയൊക്കെ BROൻ്റെ വണ്ടികളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പെട്ടുപോയി. നമ്മൾ ആ 3 മണിക്കൂർ കൊണ്ട് ശരിക്കും ഡാർജിലിംഗ് എത്തി. ഡാർജിലിംഗ് ഫുള്ള് കവർ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അത്യാവശ്യം ആ ഒരു ചെറുതായിട്ടൊന്ന് ഡാർജിലിംഗ് ഓടിക്കണ്ട് തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാനിനകത്തുണ്ടായിരുന്നു. പക്ഷേ ആ വഴിയിലത്തെ ബ്ലോക്ക് നമ്മളുടെ പ്ലാനുകളെല്ലാം തെറ്റിച്ച് കളഞ്ഞല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ കുത്തിക്കയറ്റി കൊണ്ടുവന്നിട്ട് തന്നെ ഈ ഒരു ബ്ലോക്ക് തീർന്ന് അടുത്തൊരു സ്ഥലത്തെത്താൻ തന്നെ ഇത്രയും സമയം പോയി. വെറുതെ റോഡിനകത്ത് സമയം വേസ്റ്റായി പോയി എന്നുള്ളതാണ് അല്ലേ. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും എവിടോട്ട് ഇറങ്ങാനാ? ഫുള്ള് പൊടിയും അഴുക്കും, അതിനകത്ത് എവിടെ ഇറങ്ങിയിരിക്കാനാ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ നേരെ സിലിഗുരിക്ക് പോയിരുന്നു. കാരണം നമ്മൾ ഇനിയിപ്പം ഡാർജിലിംഗിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു 10 മണിയെങ്കിലും ആവും നമ്മൾ തിരിച്ച് NJP എത്താനായിട്ട്. അപ്പോൾ നമ്മളോട് ചേട്ടൻ്റെ വീട്ടിലാണ് ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാത്രിയിലേക്ക് ഒരു വീട്ടിൽ ചെന്ന് കയറുന്നത് എങ്ങനെ ഒരു മര്യാദയൊക്കെ വേണ്ടേ. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ആ ഒരു ഡാർജിലിംഗ് പ്ലാൻ ഒഴിവാക്കി നേരെ NJPക്ക് വിടുകയാണ്. അതിനിടയ്ക്ക്
അങ്ങനെ ബ്ലോക്കിൽപ്പെട്ട സമയമൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാം. അത്യാവശ്യം നല്ല വഴിയൊക്കെ കണ്ടു തുടങ്ങി. അത്യാവശ്യം നല്ല സ്പീഡിനൊക്കെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾക്ക് ബംഗാളിലേക്ക് കയറാൻ വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് ടീസ്റ്റ വിസിബിളായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ റെയിൽവേ ലൈൻ പ്രോഗ്രസ് ചെയ്യുന്ന ചെറിയ വർക്കുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ വഴിയെ ഫുള്ള് കാണാൻ പറ്റും. എന്തായാലും അത്യാവശ്യം നല്ല റോഡാണ്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി നല്ല സ്പീഡിനൊക്കെയാണ് പോയിരിക്കുന്നത്. അവൾ നല്ല ഉറക്കമാണ്. അവൾ എൻ്റെ കയ്യിൽ തന്നെ കിടന്നാണ് ഉറങ്ങുന്നത്. അതായത് നമ്മൾ 2 സൈഡ് ഇരുത്തിയല്ല ഉറക്കുന്നത്. അവൾ നേരെ എൻ്റെ മടിയിലേക്ക് കയ്യിൽ തല വെച്ച് അവൾ സുഖമായിട്ട് അങ്ങനെയാണ് ഉറങ്ങുന്നത്. ഒരിക്കലും നമ്മൾ കുട്ടികളെ 2 വീലറിൽ കൊണ്ടുപോകുമ്പോൾ 2 സൈഡ് ഇരുത്തി ഉറക്കരുത്. അത് പെട്ടെന്നൊരു കുഴിയിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചാടുമ്പോൾ അത് കുട്ടികൾക്ക് പ്രശ്നമായിട്ട് വരും. അപ്പോൾ ഈ കാണുന്നതെല്ലാം റെയിൽവേ ലൈൻ വരുന്നതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ താഴെ ടീസ്റ്റയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റേറ്റ് ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലം കടന്നു കഴിയുമ്പോൾ നമ്മൾ ബംഗാളിലേക്കാണ് കയറുന്നത്. ദൈവമേ, ഇവിടുന്ന് നോക്കുമ്പം തന്നെ കാണാം നമുക്ക് പോകേണ്ടുന്ന വഴിയാണ് കാണുന്നത് ഫുൾ. അവിടെ എന്തോ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. ടീസ്റ്റ് എവിടെയുണ്ടോ നമ്മൾ വിചാരിച്ചോ അവിടെ ഫുൾ ഡിസ്ട്രക്ഷനും കൺസ്ട്രക്ഷനും മാത്രമായിരിക്കും ഉള്ളത്. കാരണം ഈ സംഭവം എപ്പോഴാണ് ഓവർഫ്ലോ ആകുന്നത്, നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, വീടൊക്കെ എടുത്തുകൊണ്ട് പോയേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. അപ്പോൾ ഇത് റാങ്പോ സിറ്റിയാണ്. ഇതാണ് ബോർഡറിലുള്ള സിറ്റി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കവർ ചെയ്തേണ്ട ഇപ്പോൾ ഒരു പാലമുണ്ട്. അത് കടന്നു കഴിയുമ്പോൾ നമ്മൾ ബംഗാളിലേക്ക് കയറുകയാണ്. അപ്പം സിക്കിമിലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള പേരുകളാണ് ഓരോ ഈ സ്ഥലങ്ങൾക്കൊക്കെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് NH10 കയറുന്നത്. അപ്പോൾ ഈ NH10 എന്ന് കേൾക്കുമ്പം ഭയങ്കര ഫേമസ് ആണ് കുറച്ച് നാൾ കൊണ്ട് ന്യൂസിൽ. മറ്റൊന്നുമല്ല, നമ്മുടെ ടീസ്റ്റ എടുത്തുകൊണ്ട് പോയ ഒരു വഴിയാണ് ഈ NH10 എന്ന് പറയുന്നത്. അപ്പോൾ അവർ വീണ്ടും അത് റീകൺസ്ട്രക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തായാലും നമുക്ക് ആ ഒരൊറ്റ വഴിയോളം നമ്മൾ പോവുകയാണ്. കാരണം നമ്മൾ ഓൾറെഡി ലേറ്റായി. ഇനി എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾ കണ്ടു തന്നെ അറിയാം. ഇല്ല, എന്താ പറയുക, നമ്മളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ എന്തോ പന്തം കൊളുത്തി പടയെന്നുള്ള അവസ്ഥയായിപ്പോയത്. ഇതാണ് അടുത്ത റോഡ്, നമുക്ക് പോകേണ്ടുന്ന അടുത്ത റോഡ്. അതായത് ഒരു 2-3 മണിക്കൂർ നമ്മൾ ഇതേപോലെയുള്ള റോഡിൽ കൂടാണ് ഇനി പോകേണ്ടുന്നത്. സത്യത്തിൽ ഞങ്ങൾ ഏതൊക്കെ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ചിന്തയിലായിപ്പോയി. കാരണം ഭയങ്കര അധികം വിഷമിച്ചു പോയി. കാരണം നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ മിസ്സായിപ്പോയി. നമ്മൾ അത്രമാത്രം ലാഗായി പല സ്ഥലത്തും. കുറച്ചും കൂടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു ആക്ച്വലി. ഇവിടെ റോഡില്ല. ഇത് നോക്കും, മുകളിൽ നിന്നൊക്കെ ഫുള്ളിങ്ങനെ അവർ കൺസ്ട്രക്ഷൻ നടക്കുന്നതേ ഉള്ളൂ. അതായത് പഴയ റോഡ് ഫുള്ള് ടീസ്റ്റ കൊണ്ടുപോയി. അപ്പോൾ സൈഡിലുള്ള ഒരു പാർട്ട് മാത്രമാണ് ഇപ്പം നമ്മൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് തന്നിരിക്കുന്നത്. ഇതൊക്കെ വെറും ചെറുത്. ഫ്രണ്ടിലോട്ട് പോകുന്തോറും നമുക്കിതിലും വലുത് ഞങ്ങൾക്ക് ഇവിടെ ഒന്നുകൊണ്ടേ കാണാം. അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ബ്ലോക്കായി കിടക്കുകയാണ് വണ്ടികൾ. എന്തായാലും 2 വീലർ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇതിലേക്കൂടെ എടുത്തുകൊണ്ട് പോകാമെന്നുള്ളൊരു ധൈര്യത്തിൽ പോയി നോക്കി. ടീസ്റ്റ ഇത്രമാത്രം ഭീകരിയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അല്ല, ആക്ച്വലി ഇപ്പോഴല്ല, ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സ്ഥലമൊക്കെ കണ്ടിരുന്നു. എന്നാലും ഇത്രയും ഒരു ഭീകരമായ ഒരു സിറ്റുവേഷനാണ് പലയിടത്തും ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് ഒരു 1 വേ ആണ്. നമുക്കൊരിക്കലും ലെഫ്റ്റ് സൈഡിലേക്ക് ഒരുപാട് ഇറങ്ങാൻ ഒക്കില്ല. ഇത് കണ്ടോ, ഫുള്ള് വൈപ്പ് ഔട്ട് ചെയ്ത് കൊണ്ടുപോയേക്കാണ്. അപ്പോൾ ഇത് 4 വീലേഴ്സ് ഒരുപാട് ഇവർ മണിക്കൂറുകളോളം ബ്ലോക്കിൽ കടന്നിട്ടാണ് അവർ ഈ ഒരു വഴി ഒരു 10 മിനിറ്റത്തേക്ക് അവർ തുറന്നു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ആളുകൾക്ക് ഇതൊരു പുത്തിരിയല്ല. ഇവർ എല്ലാ കൊല്ലം 1-2 തവണയൊക്കെ കാണുന്നതാണ്. ഇവർ പറയുന്നത് രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്താണ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, വനമാണ്. അപ്പോൾ അവിടെയുള്ള ചെറിയ ചെറിയ മഴച്ചാട്ടിലോ അല്ലെങ്കിൽ മഞ്ഞുരുകുന്ന സമയം, അങ്ങനത്തെ ഉള്ള അതിൻ്റെ എല്ലാ ആഫ്റ്റർ എഫക്റ്റ് അറിയുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒന്നും അധികം ആളുകളില്ലാത്തത്. കാരണം ഒരിക്കലും നമുക്ക് വിശ്വസിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമേ അല്ല. പിന്നെ ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ കൂന കൂട്ടി വെച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് ഊതിയാൽ പറന്നു പോകുന്ന രീതിയിലുള്ള ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ കൂടുതലായിട്ട് ഇവിടെ ഇങ്ങനെ ഒക്കുപ്പൈഡായിട്ട് നിൽക്കാത്തത്. എന്തായാലും ഇന്നത്തെ പ്ലാനുകൾ ഒരുപാട് ഞങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. കാരണം ഞങ്ങളിതേണ്ട ഇവിടെ എത്ര മണിക്കൂർ കിടന്നെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. നേരെ ആ കാണുന്ന കർവിലെല്ലാം വണ്ടി കിടക്കുകയാണ്. ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്.
അങ്ങനെ ഡാർജിലിംഗ് സ്കിപ്പാക്കേണ്ടി വന്നതിൻ്റെ വിഷമത്തിൽ നമ്മളിങ്ങനെ പതുക്കെ ടീ സ്റ്റേയുടെ ഓരം ചേർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ആൾമോസ്റ്റ് 3:30 ആയിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സൂര്യാസ്തമയമാവും. പിന്നെ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മോഹനച്ചേട്ടൻ്റെ വീട്ടിൽ പോയി ഇന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ഇന്നത്തെ ദിവസം ഒരു ബോറിംഗ് ദിവസമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. കുറേയധികം സമയം വെറുതെ ട്രാഫിക്കിൽ പോയി. ട്രാഫിക് ഉണ്ടെങ്കിലും വേണ്ടിയല്ല, ആകെ ഒരു ഡൾ ഡേ എന്ന് പറയാം. കാരണം കഴിഞ്ഞ 2-3 ദിവസമൊക്കെ നല്ല എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കത്തില്ല, ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവുമല്ലോ. ഒരു ഭാഗമാണിത്. നമ്മളെല്ലാം പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യും. അതെ. ഇന്ന് ചിലപ്പോൾ പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങണമെന്നായിരിക്കാം നമ്മളുടെ വിചാരിച്ചിരിക്കുന്നല്ലേ. അപ്പോൾ അതിൻ്റെ ആയിരിക്കാം. എന്തായാലും നമുക്ക് ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ നമ്മുടെ സിലിഗുരി എത്താനായിട്ട്, നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലെത്താനായിട്ട്. ലാസ്റ്റ് ദിവസമായിരുന്നു. സിക്കിം ഒരിക്കലും മറക്കില്ല, പ്രത്യേകിച്ച് ഇവിടുത്തെ വഴിയല്ലേ. അതെ, ഇനിയും വരണം. നമുക്കിനി കുറേയധികം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഇനി സിലിഗുരി ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഇന്ന് രാത്രി NJP-യിലാണ് സ്റ്റേ. അപ്പോൾ നമുക്ക് എവിടെയാണ് ഡാർജിലിംഗിൽ നമുക്ക് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ കുറച്ച് ട്രാഫിക്കിൽ സ്റ്റക്കായിപ്പോയി. ഇവിടെ ഒരു പട്ടി കിടക്കുന്ന കേട്ടോ, കുഞ്ഞ്, അത് കണ്ട് പേടിക്കുക. പട്ടി എവിടെ ആയാലും കടി ഒരുപോലെ ആയിരിക്കും, ഇവിടുത്തെ പട്ടി ആയാലും. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു മലയാളി ഫാമിലിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മോഹനായിട്ട് ഒരു മലയാളി ഫാമിലിയെ പരിചയപ്പെടുത്തുന്നു. പുള്ളിയുടെ പേര് മോഹൻ തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാം ഹരിപ്പാട്ടുകാരാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെയാണ് സ്റ്റേ. ധോനിക്ക് ഒരു ചേട്ടനെ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇയാൾ മഹിച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഞങ്ങളുടെ വീട്ടിലെ ചേട്ടൻ്റെ ഇളയ മോൻ്റെ പേരിട്ടാണ് അയാളെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ പോകാനുള്ള വെപ്രാളമായി കിടന്ന് കാണിക്കുന്നത്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഡാർജിലിംഗ് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ വിഷമത്തിലാണ് ഞങ്ങൾ. കാരണം ഇവിടെ വരെ വന്നിട്ട് നമ്മൾ അത്രയുമായിട്ടുള്ളൊരു ഹോട്ട്സ്പോട്ട് വിട്ടുപോയി എന്ന് പറയുന്നത് കാരണം നമുക്ക് പറ്റിയില്ല, ഒട്ടും പറ്റാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ കവർ ചെയ്യാം. അപ്പം നാളത്തെ വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇന്ന് വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ്. ബൈ.